ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം സിനാവ് സൂക്കി പോയിട്ട് രണ്ട് കണമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളോടെയൊക്കെ ഇത്രയും വലിയ കണമ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. കണമ്പിൽ കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര വിലയായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോയി ആ സൂക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടകത്തിൻ്റെ ഇറച്ചിയും എല്ലാം കിട്ടുന്ന സൂക്ക്. അപ്പോൾ ആ സൂക്കിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മുടെ ഇന്നത്തെ കറി ഉണ്ടാക്കണം, പൊരിക്കണതൊക്കെ. അപ്പോൾ നമ്മുടെ ആ സൂക്ക് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സൂക്കൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ കുറേ നേരത്തെ പ്രയത്നത്തിന് ശേഷം നമ്മുടെ മീനൊക്കെ കഴുകി മുറിച്ച് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല ക്ലീനാക്കി സാധനം വെച്ചേക്കാണ്. ഇനി ബാക്കി പൊടികളൊക്കെ ചേർത്ത് എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നോക്കാം. ഈ കലമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. നാട്ടിൽ നിന്ന് ഒരു മൺകലമൊക്കെ ആയിട്ടാണ് വന്നേക്കണത്. ഇത് നമ്മുടെ ചേരുവകളായിട്ട് നമ്മൾ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്, ഇത് പച്ചമുളക് ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പിന്നെ സവാള ഉണ്ട്. അപ്പോൾ നമ്മുടെ ചുവന്നുള്ളി ഒന്നും ഇവിടെ കിട്ടാനില്ല കേട്ടോ. ഒമാനിൽ ചുവന്നുള്ളി കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ടാണ് സവാള കൊണ്ടാണ് നമ്മുടെ പരിപാടിയൊക്കെ. പിന്നെ ചട്ടി വെച്ച് ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ തീരാനായി. ഇന്നിപ്പോൾ കടയിൽ പോയിട്ട് വേണം വെളിച്ചെണ്ണ വാങ്ങിക്കാനായിട്ട്. വേറെ കുറച്ച് കുപ്പിയിലും കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഇതിലേക്ക് പതി ഞങ്ങൾ ഒഴിക്കാം. ചട്ടി നന്നായിട്ട് ചൂടാണ് കണ്ടിട്ടാണ് ഞാൻ ഈ വെളിച്ചെണ്ണ ഒഴിച്ചത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടാനായിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. പൊട്ടിയിട്ട് ശേഷം ബാക്കി സാധനങ്ങളൊക്കെ ഇട്ടാൽ മതിയല്ല. പിന്നെ അതിനു മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. എന്തായാലും കടുക് പൊട്ടി അങ്ങോട്ട് തീരാനായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പിലൊക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലുണ്ട്, അതുപോലെ നമ്മുടെ ആര്യവേപ്പ്, ആ സാധനം എല്ലാം ഇവിടെ വളരുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇടണത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി നമ്മൾ ചതച്ച് വെച്ചേക്കണേണ്. കുറച്ച് 2-3 പച്ചമുളക് കീറി ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സവാള ഉണ്ട്, സവാള അരിഞ്ഞ് വെച്ചേക്കണം. അങ്ങോട്ട് സവാളയെ വേമ്പ ഒന്ന് പെട്ടെന്നൊന്ന് വാടാൻ വേണ്ടി എന്തായാലും നമുക്ക് അരക്ക് ഉപ്പിടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ലേശം ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ സവാളയ്ക്ക് ഇങ്ങനെ വഴണ്ട് കിട്ടും, വഴറ്റിയെടുക്കും. അപ്പോൾ ആ സാധനമൊക്കെ ഒന്ന് റെഡി ആയി വരെ ഞാൻ വേറെ സംഭവം കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലെ സിലിണ്ടറിൻ്റെ ഇതുപോലെയല്ല, വാൽവ് പോലെയല്ല കേട്ടോ. ഇവിടെ വേണ്ട, ഇങ്ങനത്തെയാണ്. നമ്മുടെ മറ്റേ വേറെ ടൈപ്പല്ലേ. പിന്നെ ഈ കാണുന്ന മഞ്ഞ പൈപ്പ് കണ്ടോ. അപ്പോൾ ഇവിടെ എല്ലായിടത്തും താഴെ അല്ലെങ്കിൽ പുറത്താണ് ഈ സിലിണ്ടറൊക്കെ വെച്ച് കൊടുക്കണം. സിലിണ്ടർ വെച്ച് കൊടുത്തിട്ട് ഇവിടെ നിന്നാണ് ഈ ഓസ് ഇട്ടിട്ട് നമ്മുടെ ഈ ഗ്യാസിൻ്റെ അടുപ്പിലേക്ക് കൊടുക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ചെയ്തേക്കണ നേരെ എന്തായാലും പൊക്കി മുകളിൽ തന്നെ കൊണ്ടുവന്ന് ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ കണക്ഷൻ കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ കഥയൊക്കെ പറഞ്ഞു തന്നപ്പോഴത്തേക്കും സവാളയൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ തക്കാളി ഇങ്ങോട്ട് ഉപ്പറായി കൊടുക്കുന്ന നമ്മൾ ഇന്നലെ ചുവന്ന ജീര ഇവിടെ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പച്ചക്കായ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ മീൻകറിയും നമ്മുടെ ഈ പച്ചക്കായും കൂടി എടുത്ത് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ ചീര ഇനി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമായി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് മീൻ കറി അതുപോലെ തന്നെ ഈ ചീരയും കൂടി ചെയ്യാം. പിന്നെ അത് ഇന്നലത്തെ കുറച്ച് ഇറച്ചിയുടെ അവിടെ ഇരിപ്പുണ്ട്, അത് ചൂടാക്കാനായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ഈ മുളക് പൊടിയും സാധനങ്ങളൊക്കെ ഉണ്ടാ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന മുളക് പൊടിയൊക്കെ ഉണ്ടാ. ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇതായത് നമ്മൾ ഇന്നലെ തേങ്ങ വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് തേങ്ങ ആയിട്ടും കിട്ടും, അതുപോലെ തേങ്ങ ചിരണ്ടിയതായിട്ടും കിട്ടും. നമ്മൊരു തേങ്ങ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തേങ്ങ ചിരണ്ടി തരും. അപ്പോൾ തേങ്ങക്ക് 500 പൈസയും ചിരണ്ടി തന്നേന് 200 പൈസയും കൂടി ഉണ്ടല്ലോ. 700 പൈസയാണ് ഈ തേങ്ങ. ഇതൊക്കെ നമ്മുടെ അവിടെ കിട്ടും ഇതുപോലെ. അതായത് നമ്മുടെ അവിടെ ചിലപ്പോൾ ചിരണ്ടിയൊക്കെ ഇരിപ്പുണ്ടാവും. ഇത് അങ്ങനെയല്ല, സാധനം എടുത്ത് പൊട്ടിച്ച് അവിടെ നിന്ന് ലൈവായിട്ട് മെഷീനത്തിൽ ചിരണ്ടി തന്നെ പരിപാടിയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഐറ്റമൊക്കെ വേണ്ടി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി മഞ്ഞപ്പൊടി ഇടാം. മുളക് പൊടി എന്തായാലും ഒരു 3-4 സ്പൂൺ ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് ആറൊക്കെ വേണമല്ലോ. അതുകൊണ്ട് മുളക് പൊടി ഇടാനുണ്ട്. അടുത്ത് നമുക്ക് നമ്മുടെ കുടംപുളി വെള്ളമൊക്കെ ഒഴിച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വെള്ളത്തെപ്പാട് തന്നെ ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മീനുകളായിട്ട് അവിടെ എടുത്തിടാം. അല്ലെങ്കിൽ അങ്ങനെ ഇടാം. വേണ്ട, അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മേത്തോട്ട് ചാറ് തിരിച്ചിട്ടുണ്ടെങ്കിൽ കറി ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് വെതറി ഇട്ട് കൊടുക്കാം. കിടക്കട്ടെ അവിടെ ഏതായാലും ഒരു വഴിക്ക് പോകണമല്ലേ, മൂടി വെക്കാം.
നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട്. പാലക്കാടൻ മട്ടട ചോറ്, അതുപോലെ നമ്മൾ എടുത്തേക്കുന്നത് പച്ചക്കായാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബ്രദേഴ്സിൻ്റെ അച്ചാറുണ്ട്, മാങ്ങ അച്ചാർ, അടിപൊളി ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഈ സാധനത്തിന്, അതായത് നമ്മുടെ ഈ നാടൻ ചോറും ഈ മീൻകറിനെയൊക്കെ വെല്ലാനായിട്ട് ഒമാനിയുടെ ഒട്ടകത്തിൻ്റെ ഇറച്ചിക്ക് പറ്റുമോ? ഈ സാധനം ഒന്ന് കഴിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താ ടേസ്റ്റ് നോക്കുക. ആ കുടംപുളി ചാറും ഒരു ഇത്തിരിക്കോളം മീനിൻ്റെ കഷ്ണം കൊണ്ട് എടുത്തിട്ട് ഈ ചാറിൽ കുഴച്ചിട്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എങ്ങനെയാണ് കഴിക്കണം അതേ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ ബായ്.